തെയ്യം കോലധാരികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പരിയേരം ആയുർവേദ കോളേജിൽ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമം. കലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ. കടുത്ത വെയിലിലും ആളിക്കത്തുന്ന തീയുടെ ചൂടിലും ദേഹം മുഴുവൻ ശക്തമായി വരിഞ്ഞുകെട്ടുന്ന ഉടയാടകളുടെ അസ്വസ്ഥതകളിലും ഉറക്കമൊഴിഞ്ഞ നേരത്ത് പോലും സ്വന്തം ആരോഗ്യം നോക്കാതെ ഭക്തരുടെ ആയുരാരോഗ്യത്തിനായി ഗുണം വരുത്തുന്ന തെയ്യം കോലധാരികളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പരിയേരം ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമം. പദ്ധതിയുടെ രൂപീകരണത്തിനായി നടത്തിയ തെയ്യക്കരുതൽ കൂട്ടായ്മയുടെ ആദ്യ യോഗം കോളേജ് ഹാളിൽ നടന്നു. ഡിപ്പാർട്ട്മെന്റ് മേധാവി രാധിക റാണിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മധു ആമുഖ ഭാഷണം നടത്തി. ഒരു പദ്ധതി എങ്ങനെയാണ് നമ്മൾ രൂപീകരിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു രൂപരേഖ നിങ്ങളോട് പറയാണ്. അപ്പോൾ അങ്ങനെ ഒരു റഫായിട്ടുള്ള ഒരു കരട് രേഖ നമ്മൾ ഉണ്ടാക്കുകയും അതെങ്ങനെ നമുക്ക് സബ്മിറ്റ് ചെയ്യണം, അത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ ഈ ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് ഏതൊക്കെയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമുക്ക് കാര്യക്ഷമമായിട്ട് ഇടപെടാൻ പറ്റുക, അത് ഏത് രീതിയിലാണ് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക, സർക്കാർ തലത്തിൽ ഇടപെടൽ, അതിപ്പോൾ നമ്മൾ ഒരു പരിചയം വെച്ചിട്ട് നമുക്ക് ഇടപെടാം എന്നല്ലാതെ നമുക്ക് കാര്യമായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഈ സർക്കാർ സംവിധാനത്തിൽ എങ്ങനെയാണ് ഇത് കാര്യക്ഷമമായിട്ട് ഇടപെട്ടുകൊണ്ട് സർക്കാർ സംവിധാനത്തെ ഇങ്ങോട്ട് കൂടുതലായിട്ട് ഇതിന്റെ ആനുകൂല്യങ്ങളൊക്കെ തരുന്ന രീതിയിൽ ഈ ആയുർവേദ കോളേജിലെ ഇതിന്റെ പദ്ധതികൾ നമുക്ക് രൂപീകരിക്കാൻ പറ്റുക, കൂടുതൽ ബെഡ് അനുവദിച്ചുകൊണ്ട്, കൂടുതൽ ജീവനക്കാരെ അനുവദിച്ചുകൊണ്ട്, ഡോക്ടർമാരെ അനുവദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചികിത്സ ചെയ്യുന്ന മസേഴ്സിന് ഇതിനു വേണ്ടി അനുവദിച്ചുകൊണ്ട്, അത്തരത്തിൽ എത്ര ജീവനക്കാർ വേണ്ടി വരും. ഇപ്പം ഒരു കിടത്തി ചികിത്സ നടത്തുന്ന ഒരു സ്ഥലത്ത് വേണ്ട സൗകര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം. ഇപ്പം നമ്മളൊരു പോയിട്ട് ഒരു ഹോം കെയർ നടത്തുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു മൊബൈൽ ക്ലിനിക്ക് വേണ്ടി വരും. അപ്പോൾ അതിനുള്ള വാഹന സൗകര്യം, അതിനുള്ള ജീവനക്കാരുടെ സൗകര്യം, അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ചേർത്തുകൊണ്ട് പ്രൊജക്റ്റ് ഉണ്ടാക്കുകയും അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് സർക്കാർ തലത്തിൽ ഇടപെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ ചെങ്ങൽ കുഞ്ഞിരാമൻ പണിക്കർ, പ്രൊഫസർ വേണുഗോപാലൻ പണിക്കർ എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. ഇത്തരമൊരു പദ്ധതിക്ക് രൂപം കൊടുക്കാൻ ആയുർവേദ കോളേജ് മുന്നോട്ട് വന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവർ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. അഭിമുഖീകരിച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയതിൽ അഭിമാനിക്കുന്നു എന്നാണ് മാഡം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ തെയ്യക്കാരുടെ ദൈവങ്ങളായി ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെയാണ്. കാരണം ഉത്തര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മിക്കവാറും എല്ലാ വേദികളും തെയ്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ധാരാളമായി. കുഞ്ഞിരാമൻ പെരുവണ്ണാനും ഞാനും സജീവ് ഗുരുവാടും അതുപോലെയുള്ള വളരെ പ്രഗത്ഭരായ എല്ലാ തെയ്യക്കാരും ധാരാളം വേദികളിൽ തെയ്യക്കാരെക്കുറിച്ചും തെയ്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. തെയ്യക്കാരെക്കുറിച്ച് സംസാരിക്കാനും തെയ്യക്കാരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാനുമുള്ള ഒരു വേദി ആദ്യമായിട്ട് ഒരുക്കിയത് നിങ്ങളാണ്. നിശ്ചയമായിട്ട് നിങ്ങളാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ദൈവസമാനന്മാരായിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നിരവധി പ്രമുഖരായ കോലധാരികൾ തങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. രാപ്പകൽ പ്രവർത്തിക്കുന്ന തെയ്യം കോലധാരികൾക്ക് നാമമാത്രമായ തുക നൽകി 2-3 മണിക്കൂറുകൾ മാത്രം നടക്കുന്ന കലാപരിപാടികൾക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്ന ക്ഷേത്ര കമ്മിറ്റിക്കാരെയും തെയ്യക്കാരുടെ ആരോഗ്യത്തിനായി നടത്തുന്ന ഇത്തരം കൂട്ടായ്മയിൽ സാമ്പത്തികമായ സഹകരണത്തിനായി പങ്കുചേർക്കണമെന്നും കാസർഗോഡ് ജില്ലകളിലുള്ളവർക്ക് പരിയാരത്ത് വന്നു പോകാനുള്ള പ്രയാസം കണക്കിലെടുത്ത് ചികിത്സക്കായി പ്രാദേശിക സെന്ററുകൾ ഒരുക്കണമെന്നും ചർച്ചയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. കോലധാരികളുടെ പരമ്പരാഗത ഭക്ഷണ രീതികൾ മാറിയതും ആരോഗ്യ പ്രശ്നമായി മുതിർന്നവർ ചൂണ്ടിക്കാട്ടി. പഴയകാല തെയ്യം കോലധാരികളിൽ പലരും നല്ലൊരു നാട്ടുവൈദ്യന്മാർ കൂടിയായിരുന്നെന്നും അത്തരം പൈതൃകമായി കിട്ടിയ അറിവുകൾ നശിച്ചു പോകാതെ ഇത്തരം കൂട്ടായ്മയിൽ കൂടിയവ പങ്കുവെക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും ക്രോഡീകരിച്ചു പദ്ധതി എങ്ങനെ നടപ്പിലാക്കണമെന്നും എന്തൊക്കെ ആവശ്യമാണെന്നും എഴുതി തയ്യാറാക്കിയ നിവേദനം കോലധാരികൾ സർക്കാരിലേക്ക് നൽകാൻ ബന്ധപ്പെട്ടവർക്ക് കൈമാറി. ചടങ്ങിന് കുഞ്ഞിമംഗലം സജീവ് പെരുവണ്ണാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പച്ചക്കറി മേടിക്കുന്ന പരിപാടിയല്ല ഗോൾഡ് മേടിക്കുക. കൃത്യമായിട്ട് നോക്കണം. 916 ഉണ്ടാ, ഹോൾമാർക്ക് ഉണ്ടാ, ഗുണമേന്മ ഉണ്ടോന്നും കൂടി കൃത്യമായിട്ട് നോക്കണം. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും.
കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ.